for every positive integer n, there are n consecutive integers that are composite numbers. The meaning മനസ്സിലായോ? ഏത് പോസിറ്റീവ് ഇൻറ്റിജർ n എടുത്താലും n കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ഉണ്ടാവും. ഈ n കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സും കോമ്പോസിറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ for 3 plus 1 4 അല്ലേ? n is equal to ഞാൻ 2 എടുക്കണം. n is equal to 2 എടുത്താൽ എയ്റ്റ് 9 രണ്ട് കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. n is equal to 2 എടുത്താൽ 8 9 രണ്ട് അടുത്തടുത്തുള്ള കോമ്പോ. 8 9 മാത്രമല്ല, ഒരുപാട് കോമ്പോസിറ്റ് നമ്പർ പറയാം അല്ലേ? പറ്റൂല, 7 പറ്റില്ല അല്ലേ? 8 9 പിന്നെ 9 10 അല്ലേ? ഇതൊക്കെ അതുപോലെ n is equal to 3 എടുത്താലേ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സ് പറയാലോ. കോമ്പോസിറ്റ് നമ്പേഴ്സ് 8 9 10 ഇത് പറയാലോ അല്ലേ? n is equal to 4 എടുത്താൽ 4 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ഇൻറ്റിജേഴ്സ് കോമ്പോസിറ്റ് നമ്പർ 4 കോമ്പോസിറ്റ് നമ്പേഴ്സ്. കാരണം പ്രൈം വരാൻ പാടില്ല. അങ്ങനെ ആരുണ്ട്? കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 എണ്ണം പറയടോ. For every positive integer n, there are n consecutive integers that are composite numbers എന്ന് പറഞ്ഞത്. n is equal to 4 എടുത്താലോ 10 11 12 പറ്റുള്ളൂ. 12 13 പറ്റുള്ളൂ അല്ലേ? 14 15 16 ഒക്കെ പറ്റുള്ളൂ. 4ന്റെ കേസിലാണെങ്കിൽ ഏത് വരും? 15 14 15 16 ഇല്ലല്ലോ, അതും പറ്റത്തില്ല. 4 വേണ്ടേ? പിന്നെയോ 20 21 22 23 പ്രൈം ആവും അല്ലേ? പറ്റത്തില്ല. പിന്നെ ആരുണ്ട്? 4 കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് പറ, കോമ്പോസിറ്റ് നമ്പേഴ്സ്. 24 25 27 24 25 26 27 കൊള്ളാം. ഓക്കെ, 4 വരും. അത് n is equal to 5 ആയാലോ 5 കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് 24 25 26 27 28 ആയില്ലേ അല്ലേ? ഇനി n is equal to 6 ആണെങ്കിലോ 6 കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? 32 33 34 35 36 5 ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ജനറൽ റൂൾ ഉണ്ട്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ജനറൽ ആയിട്ടൊരു റൂൾ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ? എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ n, there are n consecutive integers that are composite numbers. നമ്മളിതിന്റെ പ്രൂഫ് എഴുതുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കുറെ കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടാ. ഡിവിഷൻ നമ്മുടെ a divides b ഉണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പോകും. അപ്പോ നമ്മളിവിടെ ഇതൊരു ഓർത്ത് വെക്കണം. ഇതിന്റെ ഫസ്റ്റ്, ഈ പ്രൂഫിന്റെ ഫസ്റ്റ് ലൈൻ ഓർത്ത് വയ്ക്കുക. കൺസിഡർ n consecutive integers. Consider n consecutive integers n plus 1 factorial plus 1 comma
n plus 1 factorial plus 2, n plus 1 factorial plus 2 n plus 1 factorial plus 2, comma n plus 1 factorial plus 3, n plus 1 factorial plus 4, n plus 1 factorial plus 5, etc. etc. n plus 1 factorial plus നമുക്ക് എത്ര എണ്ണം വേണം? n എണ്ണം വേണം അല്ലേ? n plus 1 factorial plus n, n plus 1 factorial plus n plus 1. ഇത്രയും ആൾക്കാർ നമ്മൾ എടുക്കുന്നു. ഇപ്പൊ എത്ര പേരുണ്ടെന്ന് നോക്കണേ. n plus 1 factorial plus 2, n plus 1 factorial plus 3, n plus 1 factorial plus 4, n plus 1 factorial plus 5, 6 etc. n plus 1 factorial plus n, n plus 1 factorial plus n plus 1. ഇപ്പൊ നോക്കണം, ഇവിടെ 2 വരുമ്പോ 1, 3 വരുമ്പോ രണ്ടാമത്തെ ആള്, 4 വരുമ്പോ മൂന്നാമത്തെ ആള്, 5 വരുമ്പോ നാലാമത്തെ ആള്, n വരുമ്പോ n മൈനസ് 1 ആള്, n പ്ലസ് 1 വരുമ്പോ n ആള്. അങ്ങനെ മൊത്തം n ആൾക്കാരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. n ആൾക്കാരാണ് അല്ലേ? 1 2 3 4 5 എക്സെട്ര. ഇത് n മൈനസ് 1, ഇത് nth. അങ്ങനെ n ആൾക്കാർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ? ഈ n ആൾക്കാരിൽ ഈ n ആൾക്കാരും കോമ്പോസിറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഈ പ്രൂഫ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ ഇത് തന്നെ ഓർത്ത് വെച്ച് എഴുതണം. കൺസിഡർ n കൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് n plus 1 factorial plus 2, n plus 1 factorial plus 3, n plus 1 factorial plus 4, etc. n plus 1 factorial plus n plus 1. അപ്പോൾ തന്നെ നോക്കേ, 1 2 3 4 5 6 7 etc. n minus 1 cn. അങ്ങനെ n ആൾക്കാരെ എടുത്തിരിക്കുക. എല്ലാം കൺസിക്യൂട്ടീവ് അല്ലേ, അടുത്തടുത്തല്ലേ? n plus 1 factorialനോട് 2 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു വെച്ചാൽ ഇതിനോട് 1 ആഡ് ചെയ്യുന്നില്ല, അടുത്തത് ഇതിനോട് 1 ആഡ് ചെയ്യുന്നതല്ലേ ഇത്, ഇതിനോട് 1 ആഡ് ചെയ്യുന്നില്ലേ ഇത്, എക്സെട്ര. ഇതിനു മുമ്പുള്ള ഇതിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇതിനോട് 1 ആഡ് ചെയ്യുന്നതാണ് ഇത്. കാണുന്നുണ്ടല്ലോ? ശരിയാവുന്നുണ്ടോ? അപ്പൊ എത്ര ആൾക്കാർ എടുത്തിട്ടുണ്ട്? n ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഈ n ആൾക്കാരും കോമ്പോസിറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി. ഇത് ഓർത്ത് വയ്ക്കണം. അതിനുശേഷം ഇത് കോമ്പോസിറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. എത്രയും ആൾക്കാർ കോമ്പോസിറ്റ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ? ഇവിടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇവിടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ശരിയല്ലേ? ഈ തിയറം പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയല്ലേ? നോക്ക്, ഇവിടെ ആദ്യം നോട്ട് ചെയ്തോ, ഇത്രയും നോട്ട് ചെയ്തോ. അപ്പൊ n is equal to 1 ആയാൽ ആര് മാത്രമേ ഉള്ളൂ? n plus 1 factorial എന്ന് പറഞ്ഞാൽ ആരാണ്? 1 plus 1 plus 2, 2 factorial plus 2 4, ഒരാളായി. n is equal to 2 ആണെങ്കിൽ, n is equal to 1 ആകുമ്പോൾ ഒരാൾ മതിയല്ലോ. n is equal to 2 ആകുമ്പോൾ n plus 1 factorial plus 2 ഉം n plus 1 factorial plus 3 ഉം. 2 ആകുമ്പോൾ 2 plus 1 3 ഇല്ലേ? 3 factorial എത്ര? 6. 6 plus 2 ഉം 6 plus 3 ഉം കൺസിക്യൂട്ടീവ് അല്ലേ? 6 plus 2 8, 6 plus 3 9. രണ്ടുപേരെ കിട്ടിയില്ലേ? ഇവിടെ ഒരാളെ കിട്ടി, ഇവിടെ രണ്ടുപേരെ കിട്ടി. അപ്പൊ ഈ ഫോർമുല അറിയാമെങ്കിൽ എല്ലാവരെയും കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. Okay, suppose 2 less than or equal to k less than or equal to n plus 1. 2 less than or equal to k less than or, but n plus 1 ന്റെ വാല്യൂ 2 മുതൽ അല്ല, k ന്റെ വാല്യൂ, സോറി, k ന്റെ വാല്യൂ 2 മുതൽ n plus 1 വരെ ഉള്ളതാണ്.
അപ്പോ നമുക്കറിയാം then k divides n plus 1 factorial അല്ലേ? കാര്യം എന്താ? k ന്റെ വാല്യൂ n plus 1 അകത്തുള്ള ആര് വേണാവാം. അങ്ങനെയാണെങ്കിൽ k divides n plus 1 factorial അല്ലേ? The reason since n plus 1 factorial എന്ന് പറഞ്ഞാൽ ആരാണ്? 1 into 2 into 3 into എക്സെട്ര n plus 1 വരെയുള്ള ആൾക്കാരല്ലേ? ഇതിനിടയിൽ ഉറപ്പായിട്ട് k ഉണ്ടാവും. k എന്ന് വെച്ചാൽ ഇതിനിടയിൽ ആര് വേണാവാലോ അല്ലെ? 2നും n plus 1നും ഇടയിലുള്ള ആര് വേണാവാലോ? we have k divides k ആണല്ലോ അല്ലെ? നോക്കട്ടെ, a divides b and a divides c ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള a divides b യും a divides c ആണെങ്കിൽ a divides b plus c എന്ന് പറയാലോ. a divides b യും a divides c ആണെങ്കിൽ a divides b plus c എന്ന് പറയാലോ. അപ്പൊ k divides n plus 1 factorial k divides k യും ആണെങ്കിൽ k divides n plus 1 factorial plus k എന്ന് പറയാലോ അല്ലെ? then k divides n plus 1 factorial plus k ശരിയല്ലേ? ശരിയാണോ? a divides b യും a divides c യും ആണെങ്കിൽ അല്ലെ? if a divides b and നമ്മൾ ഈ പ്രൂഫ് എഴുതിയിട്ടുണ്ട്, a divides c തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ട്, then a divides b plus c. അപ്പോ k divides n plus 1 factorial ആണ്, k divides k എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ k divides n plus 1 factorial plus k ആണ്. k divides n plus 1 factorial plus k for all k. for all k എന്ന് വെച്ചാൽ ഏത് മുതൽ ഏതിലുള്ള k lies between 2 and n plus 1 അല്ലെ? 2 മുതൽ n plus 1 വരെയുള്ള ആര് വേണാവാം k ക്ക് വരാം. ഇത് നോക്കടേ, ഇതിന്റെ മീനിങ് എന്താണ്? n plus 1 factorial plus k നെ k ഡിവൈഡ് ചെയ്യുന്നല്ലേ? അപ്പൊ ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് അല്ലെ? ദാറ്റ് ഈസ് n plus 1 factorial plus k is equal to multiple of k എന്നല്ലേ? the multiple of k എന്ന് വെച്ചാൽ കോമ്പോസിറ്റ് നമ്പർ അല്ലേ? ശരിയല്ലേ? it is a composite number, that is n plus 1 factorial plus k is a composite number. ശരിയാണോ? where 2 less than or equal to k less than or equal to n plus 1 ആണ്. നോക്കട്ടെ, അപ്പൊ ഇവിടെ k എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ആര് വേണം? 2 മുതൽ n plus 1 വരെയുള്ള ആര് വേണം? അപ്പൊ നോക്കിയേ, n plus 1 factorial plus k ക്ക് വരാൻ 2 കൊടുത്താലോ? n plus 1 factorial plus 2 കോമ്പോസിറ്റ് ആണ്. അടുത്ത് k ക്ക് 3 കൊടുക്കാം, n plus 1 factorial plus 3 കോമ്പോസിറ്റ് ആണ്. k ക്ക് 4 കൊടുക്കാം, n plus 1 factorial plus 4 കോമ്പോസിറ്റ് ആണ്, എക്സെട്ര. k ക്ക് n plus 1 കൊടുത്താലോ? n plus 1 factorial plus k ക്ക് വരെ n plus 1 കൊടുത്താൽ n plus 1 factorial plus n plus 1 കോമ്പോസിറ്റ് നമ്പർ ആണ്. അല്ലേ? അപ്പോ മക്കളെ എല്ലാം കോമ്പോസിറ്റ് അല്ലേ? ആരൊക്കെ കോമ്പോസിറ്റ് ആണ്? ആരൊക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്? ഇത് കോമ്പോസിറ്റ് ആണ്, ഇത് കോമ്പോസിറ്റ് ആണ്, ഇത് കോമ്പോസിറ്റ് ആണ്, എക്സെട്ര. ഇവരെല്ലാവരും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോ എനിക്ക് എന്ത് പറയാം? അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? thus the n consecutive എല്ലാം അടുത്തടുത്തുള്ളവരാണ്. n consecutive integers, thus the n consecutive integers ആരൊക്കെയാ? n plus 1 factorial plus 2, n plus 1 factorial plus 3, n plus 1 factorial plus 4, etc.
n plus 1 factorial plus n plus 1. Are composite. Are composite numbers. Are composite numbers. ശരിയാണോ? അപ്പോ ഏത് പോസിറ്റീവ് ഇന്റിജർ എടുത്താലും n കൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ഉണ്ട്. അവർ ഈ n ആൾക്കാരും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇത്രയും നമ്പേഴ്സിന് നമ്മൾ എടുക്കുകയാണ്. അത് നമ്മൾ എന്താ പറയുക, അത് ഓർത്ത് വെച്ചേ പറ്റും. ഈ പ്രൂഫിന്റെ ഫസ്റ്റ് ലൈൻ n plus 1 factorial plus 2 n plus 1 factorial plus 3 etc n plus 1 factorial plus n plus 1 ഈ n ആൾക്കാർ നമ്മൾ എടുക്കുകയാണ് അല്ലെ. അതായത് n plus 1 2 മുതൽ n plus 1 വരെയുള്ള ഏത് k എടുത്താലും n plus 1 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. കാരണം എന്താ, അതിനകത്ത് k ഉണ്ട്. n plus 1 ഫാക്ടോറിയൽ 1 മുതൽ n plus 1 വരെയുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ അതിനകത്ത് ഉറപ്പായിട്ട് k ഉണ്ടാവുമല്ലോ. അപ്പൊ k ഡിവൈഡ്സ് ഇതിനെയാണ്. k ഡിവൈഡ്സ് ഇതാണെങ്കിൽ k ഡിവൈഡ്സ് നമുക്കറിയാം, k ഡിവൈഡ്സ് k ആണെന്ന കാര്യം നമുക്കറിയാം. ഇപ്പൊ ഇത് ഇനി ഈ റിസൾട്ട് a ഡിവൈഡ്സ് b യും a ഡിവൈഡ്സ് c ആണെങ്കിൽ a ഡിവൈഡ്സ് b പ്ലസ് k ഡിവൈഡ്സ് n plus 1 ഫാക്ടോറിയലും k ഡിവൈഡ്സ് k യും ആണെങ്കിൽ k divides n plus 1 factorial plus k for all k. So n plus 1 factorial plus k is a multiple of k. ഉറപ്പായിട്ട് എന്താണ്, k ഇതിനകത്തുള്ള ആളല്ലേ, ശരിയല്ലേ? അപ്പൊ എന്തുണ്ടാവും, കോമ്പോസിറ്റ് ആവും. n plus 1 factorial plus k is a composite number. നോട്ട് ചെയ്തോ? ഹലോ, ശരിയാവുന്നുണ്ടോ? അത് ഗൂഗിൾ ക്രോം പറ്റുന്നില്ലേ? ഹലോ ഹലോ എഴുതി കഴിഞ്ഞോ? നിങ്ങൾ എഴുതി കഴിഞ്ഞോടെ? ഹലോ